ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ചേരുകയാണ്. സനോജ്, ആരോഗ്യമന്ത്രി പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, പ്രതികരണം. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമൊക്കെ വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ ഏർപ്പെടുന്നത് ഞങ്ങൾ എതിരല്ല. കമ്മ്യൂണിറ്റി കിച്ചൺ യാഥാർത്ഥ്യമാവുന്നതിന് മുന്നേ എന്തിനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നിരോധിക്കും, തടയും എന്നൊക്കെ ഒരു മന്ത്രി പ്രഖ്യാപിക്കുന്നത്? ലോകത്ത് എവിടെ നോക്കിയാലും ധാരാളം സന്നദ്ധ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയും. സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾ അവരുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് തന്നെയാണ് സന്നദ്ധ പ്രവർത്തനം നടന്നത്. ഇപ്പൊ മന്ത്രിയുടെ വർത്തമാനം കേട്ടാൽ തോന്നും ഞങ്ങളിപ്പോൾ കുറച്ച് പൊതിച്ചോറുമായി ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ഒരു പ്രകടനവും പൊതിയും ഒക്കെ നടത്തി എല്ലാ പൊതിച്ചോറുമിലും ഡിവൈഎഫ്ഐ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണോ വിതരണം ചെയ്യുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. ഞങ്ങളുടെ കൊടി ഉപയോഗിക്കുന്നത് നാട്ടിൽ നിന്നും പൊതിച്ചോറ് ശേഖരിച്ച് വരുന്ന ഘട്ടത്തിൽ ആ വാഹനത്തിൽ ഒരു കൊടി ഉപയോഗിക്കുന്നുണ്ട്. ആ കൊടി എന്താ അത്ര അശ്ലീലമായ കാര്യമാണോ? കൊടിയൊക്കെ അത്ര മോശം കാര്യമാണോ? അല്ലെങ്കിൽ കൊടി വരാന്തയിലൊക്കെ കുത്തിവെച്ച് അല്ലെങ്കിൽ ആശുപത്രിയുടെ ഏതെങ്കിലും വാർഡിലോ അല്ലെങ്കിൽ ആശുപത്രി റൂമിലോ കെട്ടിടത്തിലൊന്നും കുത്തുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങള് കൊടി ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതൊക്കെ ഉള്ളത് UDF-ന്റെ കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ എല്ലാം വെറും ആരോപണം മാത്രമാണ്. അപ്പൊ ഞങ്ങളുടെ ഈ പദ്ധതിക്ക് വലിയ അംഗീകാരം കിട്ടുന്നു എന്നുള്ളതാണ് അവരെ അസ്വസ്ഥപ്പെടുന്നത്. അവരാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാത്തവരാണ് എന്ന നല്ല ധാരണ എല്ലാവർക്കും വന്നല്ലോ. വയനാട് ദുരന്തമുണ്ടായപ്പോ 30 വീട് പറഞ്ഞിട്ട് കോടികൾ പിരിച്ചിട്ട് 3 വീട് പോലും ഇതുവരെ നിർമ്മിച്ചു കൊടുക്കാത്ത യൂത്ത് കോൺഗ്രസ് ആണ് 100 വീട് നിർമ്മിച്ചു കൊടുക്കാൻ പണം കൈമാറി സർക്കാരിനെ ഏൽപ്പിച്ച ഡിവൈഎഫ്ഐയെ കുറ്റം പറയാൻ വേണ്ടി വരുന്നത്. അപ്പൊ ഇതെല്ലാം വലിയ കൃത്യമായ രാഷ്ട്രീയ താല്പര്യമാണ്. ഭക്ഷണത്തിൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയം കലർത്തത്, വിശപ്പിൽ രാഷ്ട്രീയം കലർത്തത് ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. ശക്തമായി എല്ലാ വിഭാഗം ജനങ്ങളും ഇത്തരം പ്രസ്താവനകളെ തള്ളിക്കളയാനും എതിർക്കാനും രംഗത്ത് വരണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. സനോജ്, കോൺഗ്രസിന്റെ തന്നെ നേതാവായ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തെക്കുറിച്ച് വളരെ ഗംഭീരമായ പ്രശംസ നൽകിയത് ഓർമ്മയുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇതിൻ്റെ അകത്ത് ഈ വിശക്കുന്ന വയറിന് ഉച്ച സമയത്ത് ഒരു പൊതി ചോറ് കിട്ടുക, കാരണം ഇന്ന് ഹോട്ടലിൽ ഒരു പൊതി ചോറ് വാങ്ങണമെങ്കിൽ 120 രൂപയും 100 രൂപയും കൊടുക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. അതിന് നിവൃത്തിയില്ലാത്ത എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ആലോചിക്കാനുള്ളൊരു ബോധം നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് ഇല്ലാതായി പോകുന്നല്ലോ. അതെ, അതാണ് പറയുന്നത്. നമ്മളിപ്പോ ഒരു രോഗിയുടെ കൂടെ ചിലപ്പോ 1-2 കുത്തിരിപ്പാറൊക്കെ ഉണ്ടാവും. അപ്പൊ 3 പൊതിച്ചോറ് ഉച്ചക്ക് അവർക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ആശ്വാസം മാത്രമല്ല, നല്ല ഭക്ഷണമാണ് വീട്ടിൽ നിന്ന് കിട്ടുന്നത്. അതിലൊന്നും എവിടെയാണ് രാഷ്ട്രീയം? ഇപ്പൊ കോൺഗ്രസുകാരുടെ വീട്ടിൽ പോയാൽ പോലും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ വീട്ടിൽ പോയാൽ പോലും ഡിവൈഎഫ്ഐക്ക് അവരെല്ലാം പൊതിച്ചോറ് ഭംഗിയെ ഏൽപ്പിക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐയെ ഒരു പൊതിച്ചോറ് ഏൽപ്പിച്ചാൽ അത് അർഹതപ്പെട്ട ആളുടെ കൈകളിൽ എത്തും എന്നൊരു ഉറപ്പ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഡിവൈഎഫ്ഐക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് അവരെ അസ്വസ്ഥപ്പെടുന്നത്. അപ്പൊ എല്ലാ വീടുകളിൽ നിന്നും രാഷ്ട്രീയം മറന്ന് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് സഹകരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും എല്ലാം ഇതിനെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസം എതിർപ്പ് രേഖപ്പെടുത്തിയ G. സുധാകരൻ പോലും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 1000 ദിവസം പിന്നിടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ കിട്ടുമല്ലോ. എത്രമാത്രം പ്രശംസിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ ഈ പദ്ധതിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം രാഷ്ട്രീയമാണ്, തികഞ്ഞ രാഷ്ട്രീയമാണ്. ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങൾ ഒരു കാരണവശാലും ഇത്തരം നല്ല പദ്ധതികളുടെ മേലെ കൊണ്ടുവന്ന് ഇത് മുടക്കാൻ നിൽക്കരുത്. അപ്പൊ ഗവൺമെന്റ് കമ്മ്യൂണിറ്റി കിച്ചൺ ഏർപ്പാടാക്കി എല്ലാവർക്കും ഭക്ഷണം ഉറപ്പുവരുത്താൻ ആവശ്യമായ കാര്യങ്ങളിൽ ജാഗ്രത കൊള്ളുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഗവൺമെന്റ് ഇടപെടേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഈ നല്ല കാര്യങ്ങൾ മുടക്കാനാണോ ഗവൺമെന്റ് ഇടപെടേണ്ടത്? ഇവിടെ ജനങ്ങൾക്ക് അനുകൂലമായി കിട്ടിക്കൊണ്ടിരുന്ന പല പദ്ധതികളും അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതെല്ലാം തുടരാൻ ആവശ്യമായ ഇടപെടൽ നടത്തണം. ഇവിടെ ഇപ്പൊ കറണ്ട് കട്ട് തുടങ്ങിയിട്ട് ദിവസങ്ങൾ എത്രയായി? ലോകകപ്പ് കളി പോലും കാണാൻ കഴിയുന്നില്ല. അപ്പം മറ്റ് സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തി അവിടെയുള്ള മെച്ചമുള്ള വൈദ്യുതി വാങ്ങാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയല്ലേ ഗവൺമെന്റ് ആലോചിക്കേണ്ടത്. അപ്പൊ ജനങ്ങളുടെ നല്ല ജീവിതത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന് പകരം എല്ലാ കാര്യങ്ങളും മുടക്കുക, ഞങ്ങളെ കൊണ്ട് കഴിയാത്ത മറ്റാരും ചെയ്യണ്ട എന്നൊരു മനോഭാവത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ശക്തമായ വിയോജിപ്പ് എല്ലാ വിഭാഗം ആളുകളും രേഖപ്പെടുത്തേണ്ടതുണ്ട്. നന്ദി വി കെ സനോജ് പ്രതികരിച്ചതിന്.